8,000 വർഷത്തിനേക്കാളും ഏറെ പഴയ ഏറ്റവും അപകടകാരിയായ ജീവികളെ കാണാൻ തയ്യാറായിരുന്നു. ഫാക്ട് നമ്പർ 1. വൂളി മാമത്തുകൾ നീളമുള്ളതും വളഞ്ഞതുമായ കൊമ്പും കട്ടിയുള്ള രോമങ്ങളുമുള്ള വലിയ ശാഖി സസ്തനികളായിരുന്നു കേട്ടോ. അവരുടെ രൂപം ആധുനിക ആനകളോട് സാമ്യമുള്ളതാണെങ്കിലും തണുത്ത കാലാവസ്ഥയ്ക്ക് കൂടുതൽ അവർ പരിണാമപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് അവരുടെ രൂപഭാവം. വൂളി മാമത്തുകളുടെ ആവാസ വ്യവസ്ഥകൾ. പ്ലിസ്റ്റോസീൻ കാലഘട്ടത്തിൽ പ്രധാനമായും ഏഷ്യ, യൂറോപ്പ്, വടക്കൻ അമേരിക്ക എന്നിവയുടെ വടക്കൻ പ്രദേശങ്ങളിൽ അവർ ജീവിച്ചിരുന്നു എന്നതായിട്ട് തെളിവുണ്ട്. അവിടെ അവർ പുൽമേടുകൾ, ഡ്യൂട്രോബോറിയൻ വനങ്ങൾ എന്നിവയിലൂടെ അലഞ്ഞു നടന്നതായിട്ട് ഫോസിലുകൾ പറയുന്നുണ്ട് കേട്ടോ. വൂളി മാമത്തുകളുടെ വലിപ്പം. വൂളി മാമത്തുകൾ സാധാരണയായി തോളിൽ 9 മുതൽ 11 അടി വരെ ഉയരം, 4 മുതൽ 6 ടൺ വരെ ഭാരവും ഉണ്ടായിരുന്നു. അവ ആധുനിക ആനകളുടേതിന് സമാനമാണ് എന്നാണ് കൂടുതൽ പറയുന്നത്. വൂളി മാമത്തുകളുടെ ഭക്ഷണക്രമം. അവർ സസ്യഭുക്കുകളായിരുന്നു. പ്രധാനമായും പുല്ലുകൾ, ഇഴകൾ, മറ്റ് താഴ്ന്ന സസ്യങ്ങൾ എന്നിവ ഭക്ഷിച്ചു. മഞ്ഞിനും ഹിമത്തിനും അടിയിലുള്ള പുല്ലുകൾ അവർ കൊമ്പുകൊണ്ട് തോണ്ടിയെടുത്താണ് കൂടുതൽ കഴിച്ചിരുന്നത്. ഫാക്ട് നമ്പർ 2. ഗ്രൗണ്ട് സ്ലോത്തുകൾ. ഇവർ കുറച്ച് വലുപ്പമുള്ള ആൾക്കാരാണ് കേട്ടോ. വലുപ്പം. ഭീമാകാരമായ ഗ്രൗണ്ട് സ്ലോത്തുകൾ ഭീമാകാരമായ സസ്തനികളായിരുന്നു. ഇതുവരെ നിലവിലില്ലാത്ത ഏറ്റവും വലിയ മടിയന്മാരിൽ ചിലത്. ആധുനിക കരയുടെ വലിപ്പം മുതൽ ആനയോളം വലിപ്പം വരെ അവയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് കൂടുതൽ പറയുന്നത് കേട്ടോ. ഗ്രൗണ്ട് സ്ലോത്തുകളുടെ ആവാസ വ്യവസ്ഥ. ഈ മടിയന്മാർ പ്രാഥമികമായും അമേരിക്കയിലെ പ്ലിസ്റ്റോസീൻ കാലഘട്ടത്തിൽ, അതായത് വൂളി മാമത്തുകളുടെ കാലഘട്ടത്തിൽ വസിച്ചിരുന്നു. വനങ്ങളും പുൽമേടുകളും ചില അർദ്ധവരണ്ട പ്രദേശങ്ങളും ഉൾപ്പെടെ വിവിധ ആവാസ വ്യവസ്ഥകൾ കൈവശപ്പെടുത്തി താമസിച്ചിരുന്നു എന്നാണ് കൂടുതൽ പറയുന്നത് കേട്ടോ. സ്ലോത്തുകളുടെ ഭക്ഷണക്രമം. വലിയ വലിപ്പം ഉണ്ടായിട്ടും ഭീമാകാരമായ ഗ്രൗണ്ട് സ്ലോത്തുകൾ സസ്യഭുക്കുകളായിരുന്നു കേട്ടോ. പ്രധാനമായും ഇലകൾ, പഴങ്ങൾ, മറ്റ് സസ്യങ്ങൾ തുടങ്ങിയ സസ്യങ്ങളെ ഭക്ഷിച്ചു. ചില സ്പീഷീസുകൾ ഇവരുടെ തന്നെ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇവരെക്കാട്ടും വലിപ്പമുള്ളതായിരുന്നു അവരുടെ ശരീരം. അതങ്ങനെയാണ് പറയുന്നത്. ഗ്രൗണ്ട് സ്ലോത്തുകളുടെ അടുത്ത ഇനങ്ങൾ. മെഗാത്തോറിയം. മറ്റൊരു ഭീമാകാരമായ ഗ്രൗണ്ട് സ്ലോത്താണ്. സ്പീഷീസായ മെഗാത്തോറിയം ആ കാലത്തെ ഏറ്റവും വലിയ കര സസ്തനികളിൽ ഒന്നായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ. ഫാക്ട് നമ്പർ 3. സാബർ ടൂത്ത് ക്യാറ്റ്സ്. മച്ചയറോഡോസ് എന്നറിയപ്പെടുന്ന വംശനാശം സംഭവിച്ച മാംസബുക്കുകളുടെ വംശകനായിരുന്നു സാബർ ടൂത്ത് ക്യാറ്റ്സ്. ഇതൊരു ക്യാറ്റ് ഫാമിലിയിലാണ് ബിലോങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സാബർ ടൂത്ത് ക്യാറ്റ്സിൻ്റെ ഏറ്റവും പ്രശസ്തമായ സവിശേഷത അവയുടെ നീളമുള്ള പല്ലാണ്. അവയ്ക്ക് 7 ഇഞ്ച് വരെ നീളമുണ്ടാകാം. അതാണ് അവരുടെ പ്രത്യേകത. അതുമാത്രമല്ല, സാബർ ടൂത്ത് ക്യാറ്റ്സ് അവ ലോകമെമ്പാടും നിലനിന്നിരുന്നു. അന്റാർട്ടിക്കയിൽ ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സാബർ ടൂത്ത് ക്യാറ്റ്സിൻ്റെ വംശനാശം. അവരുടെ വംശനാശം അവയുടെ ഭയാനകമായ രൂപം ഉണ്ടായിരുന്നിട്ടും സാബർ ടൂത്ത് ക്യാറ്റ്സ് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വംശനാശം സംഭവിച്ചു. ഈ മാറ്റം ഉൾപ്പെടെയുള്ള സംയോജിത ഘടകങ്ങൾ കാരണം കാലാവസ്ഥയും ഇതിലൊരു പ്രധാന ഘടകമാണ് കേട്ടോ.